ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വിജയവഴിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഞായറാഴ്ച ഹോം ഗ്രൗണ്ടായ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കായിരുന്നു മഞ്ഞപ്പടയുടെ വിജയം. ഹാട്രിക് തോൽവികൾക്ക് ശേഷം നേടിയ ഈ ജയം കേരള ബ്ലാസ്റ്റേഴ്സിന് സമ്മാനിക്കുന്ന ഊർജം ചെറുതല്ല. കിടിലൻ ജയത്തോടെ ഫോമിലേക്ക് മടങ്ങിയെത്തിയതിന്റെ ആശ്വാസം മത്സരശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ മിഖായിൽ സ്റ്റാറയുടെ മുഖത്തുണ്ടായിരുന്നു. ചെന്നൈയിൻ എഫ്സിക്ക് എതിരായ ജയം തങ്ങൾക്ക് വലിയ ഊർജം നൽകുന്നുവെന്ന് തുറന്നു പറഞ്ഞ സ്റ്റാറെ ഈ ജയത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യവും വെളിപ്പെടുത്തി. സ്റ്റാറെ പറഞ്ഞ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ചെന്നൈയിൻ എഫ്സിക്ക് എതിരായ വിജയം കേരള ബ്ലാസ്റ്റേഴ്സ് പൂർണ്ണമായും അർഹിക്കുന്നതാണെന്നാണ് സ്റ്റാറെ കളിക്ക് ശേഷം പറഞ്ഞത്. മികച്ച വിജയമാണ് ടീം നേടിയതെന്ന് പറഞ്ഞ സ്റ്റാറെ നല്ല അവസരങ്ങൾ സൃഷ്ടിക്കുകയും നല്ല രീതിയിൽ പ്രതിരോധിക്കുകയും ചെയ്ത കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം മൊത്തത്തിൽ നിയന്ത്രിച്ചുവെന്നും ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ കളികളിൽ തുടർ പരാജയങ്ങൾ നേരിട്ടെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി അത്ര മോശമായിരുന്നില്ല എന്നാണ് സ്റ്റാറയുടെ പക്ഷം. അതേസമയം ചെന്നൈയിൻ എഫ്സിക്ക് എതിരായ മത്സരം ക്ലീൻ ഷീറ്റോടെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയത്. 20 മത്സരങ്ങൾക്ക് ശേഷമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കളിയിൽ ഗോൾ വഴങ്ങാതെ ഇരിക്കുന്നത്. ഈ സീസണിലെയും ഈ കലണ്ടർ വർഷത്തിലെയും ടീമിന്റെ ആദ്യ ക്ലീൻ ഷീറ്റ് കൂടിയായിരുന്നു ഇത്. ചെന്നൈയിൻ എഫ്സിക്ക് എതിരായ കളിയിൽ ക്ലീൻ ഷീറ്റ് നേടാൻ സാധിച്ചതാണ് സ്റ്റാറയുടെ അഭിപ്രായത്തിൽ ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശരിയായ പാതയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും ഇതിനൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്തു. നന്നായി തുടങ്ങുന്നത് മാത്രമല്ല, നന്നായി അവസാനിപ്പിക്കുന്നതും ഒരു മത്സരത്തിൽ നിർണായകമാണെന്ന് പറഞ്ഞ സ്റ്റാറെ മലയാളി താരം രാഹുൽ KPയാണ് ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയത്. രാഹുൽ നന്നായി കളിച്ചു. രാഹുൽ ഗോളിൽ നിർണായക പങ്ക് വഹിച്ചു. അദ്ദേഹം 3ാം ഗോൾ നേടുകയും ചെയ്തു. നന്നായി തുടങ്ങുന്നത് മാത്രമല്ല, നന്നായി അവസാനിപ്പിക്കുന്നതും എത്രത്തോളം പ്രാധാന്യമാണെന്ന് ഇത് കാണിക്കുന്നുവെന്നും സ്റ്റാറെ പറഞ്ഞു. അതേസമയം 2024-25 സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 3ാമത്തെ മാത്രം ജയമായിരുന്നു ചെന്നൈയിൻ എഫ്സിക്കെതിരെയുള്ളത്. 9 കളികളിൽ 3 ജയവും 4 തോൽവികളും 2 സമനിലകളുമായുള്ള കേരളത്തിന്റെ പോക്കറ്റിൽ 11 പോയിന്റുകളാണുള്ളത്. നിലവിൽ പോയിന്റ് പട്ടികയിൽ 9ാം സ്ഥാനത്താണ് മഞ്ഞപ്പട. 8 കളികളിൽ 17 പോയിന്റുമായി മോഹൻ ബഗാനാണ് നിലവിൽ പോയിന്റ് പട്ടികയിൽ 1ാമത്. 17 പോയിന്റുള്ള ബംഗളൂരു FC 2ാമതും 15 പോയിന്റുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 3ാമതുമുണ്ട്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഈ മാസം 28-നാണ്. FC ഗോവയാണ് ഈ കളിയിൽ മഞ്ഞപ്പടയുടെ എതിരാളികൾ. കൊച്ചിയിലാണ് ഈ മത്സരം നടക്കുക.